കൃത്യമായി ചികിത്സ കിട്ടാതെ ആദിവാസി യുവാവ് മരിച്ചിരിക്കുന്നു. കോട്ടൂർ ആമല 1000 സ്വദേശിയായ ഇരയിമ്മനാണ് മരിച്ചത്. ഭക്ഷണം കഴിക്കാതെ ദിവസങ്ങളോളം കിടന്നാണ് കിടപ്പ് രോഗിയായി ഇരയിമ്മൻ മരിച്ചിരിക്കുന്നെന്നുള്ള വിവരങ്ങൾ വരുന്നു. PR പ്രവീണ കൂടുതൽ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. പ്രവീണ, ദാരുണകരമായ സംഭവം എന്താണ് ഉണ്ടായിരിക്കുന്നത്? ഈ കോട്ടൂർ ആമല 1000 സ്വദേശി മധു എന്ന് വിളിക്കുന്ന ഇരയിമ്മൻ 38 വയസ്സാണ്. ഇദ്ദേഹം കിടപ്പ് രോഗിയായിരുന്നു. പക്ഷാഘാതം പിടിപെട്ടായിരുന്നു കിടപ്പിലായത്. ഇദ്ദേഹത്തിന് കുറച്ച് ദിവസം മുൻപ് അസുഖം മൂർച്ഛിച്ചതിനെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകിയിരുന്നു. അന്ന് നൽകിയ ചില മരുന്നുകൾ ആൻറ്റിബയോട്ടിക്കിൻ്റെ അടക്കം ഫലമായി വായിൽ പുണ്ണുണ്ടായിരുന്നു. മരുന്നിൻ്റെ റിയാക്ഷൻ ആണ് എന്നുള്ളതാണ് അവിടെ പോയി നോക്കിയ ആരോഗ്യവകുപ്പിലെ തന്നെ ഉദ്യോഗസ്ഥർ പറയുന്നത്. അപ്പോൾ ആ വായിൽ പുണ്ണുണ്ടായതിന് മരുന്ന് നിറയെ പുണ്ണുണ്ടായി, ഭക്ഷണം ഇറക്കാൻ പോലും കഴിയാത്ത വിധത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായി. അതിന് ചില മരുന്നുകൾ എഴുതിയെങ്കിലും ഇതുവരെയും മരുന്ന് ലഭ്യമാക്കാൻ, അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ച ഇന്ന് രാവിലെ വരെയും മരുന്നുകൾ ലഭ്യമാക്കാൻ കഴിഞ്ഞിരുന്നില്ല. മരുന്ന് ഇല്ലാത്തതാണ് പ്രശ്നം. അതായത് ആദിവാസി മേഖലയിൽ നൽകുന്നതിന് വേണ്ടി മരുന്ന് ലഭ്യമായിട്ടില്ല. ഇതുപോലെ നിരവധി പ്രശ്നമുണ്ടെന്ന് അവർ പറയുന്നുണ്ട്. എന്തായാലും ആ വായിൽ പുണ്ണിന് മരുന്ന് കിട്ടാതെ വന്നതോടുകൂടി അത് പ്രശ്നമാകുകയും ദിവസങ്ങളോളം ഭക്ഷണം കഴിക്കാതെ പട്ടിണി കിടന്നാണ് മരണം സംഭവിച്ചിരിക്കുന്നത്. ഇത് വളരെ ഗുരുതരമായ പ്രശ്നമാണ്. അവിടെ 2 ഡോക്ടർമാർ ഉണ്ടെങ്കിലും ഡോക്ടർമാർക്ക് മരുന്ന് കിട്ടാത്ത പ്രശ്നമുണ്ട്. അതുപോലെ തന്നെ ഇത് കോട്ടൂരിൽ നിന്നും ഏതാണ്ട് ഉൾക്കാട്ടിലേക്ക് 20 കിലോമീറ്ററിലധികം പോകേണ്ടതുണ്ട്. വിജനമായ പ്രദേശമാണ്. അവിടേക്ക് മരുന്ന് എത്തിക്കാനുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ട് എന്നാണ് വിശദീകരിക്കുന്നത്. എന്തായാലും മരുന്ന് ലഭ്യമാക്കാതെ അതുമൂലം ഭക്ഷണം കഴിക്കാനാകാതെയാണ് ഈ 38 വയസ്സുകാരനായ ആദിവാസി യുവാവ് മധു എന്ന ഇരയിമ്മൻ മരിച്ചത്. ശരി പ്രവീണ, അതീവ ഗൗരവമുള്ള വിഷയങ്ങളാണ് ഇതിന് പിന്നാമ്പുറത്തുള്ളത്. ഇരയിമ്മൻ എന്ന ആൾ മരിച്ചിരിക്കുന്നു. ഭക്ഷണം കഴിക്കാതെ ദിവസങ്ങളോളം കിടന്ന് ഒരു കിടപ്പ് രോഗി മരിച്ചിരിക്കുന്ന സാഹചര്യം. PR പ്രവീണയാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്. ജമ്മു കശ്മീരിന് സംസ്ഥാന പദവി നൽകണമെന്നാവശ്യപ്പെട്ടുള്ള പ്രതിഷേധത്തിനിടെ ലഡാക്കിലെ BJP ഓഫീസ് കത്തിച്ചു. പ്രതിഷേധക്കാരും പോലീസും തമ്മിൽ ഏറ്റുമുട്ടി. പ്രതിഷേധക്കാർ പോലീസ് വാഹനവും കത്തിച്ചു. മനു അഖില കൂടുതൽ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. മനു, ഏത് ഘട്ടത്തിലാണ് ഈ പ്രതിഷേധം ഇത്ര കണ്ട് രൂക്ഷമായ സാഹചര്യത്തിലേക്ക് വഴിമാറിയത്? എന്താണ് അവിടെ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ? സംഗീത, ജമ്മു കാശ്മീരിൻ്റെ സംസ്ഥാന പദവി ആവശ്യപ്പെട്ടും ഈ ഭരണഘടനയുടെ 6ാം സെഷനിൽ ഉൾപ്പെടുത്തി ലഡാക്കിന് ഒരു പ്രത്യേക പദവി നൽകണമെന്നും ആവശ്യപ്പെട്ടാണ് ഇപ്പോൾ തെരുവിൽ ഒരു പ്രതിഷേധം ഉണ്ടായത്. ആ പ്രതിഷേധമാണ് ഇപ്പോൾ ഒരു സംഘർഷത്തിലും ഏറ്റുമുട്ടലിലും കലാശിച്ചിട്ടുള്ളത്. ലഡാക്കിൽ 100 കണക്കിന് ആളുകളാണ് ഈ പ്രതിഷേധത്തിനായി തെരുവിൽ അണിനിരുന്നത്. ഈ പ്രതിഷേധക്കാർ പോലീസിന് നേരെ കല്ലെറിയുന്നൊരവസ്ഥയുണ്ടായി. ഈ കല്ലെറിഞ്ഞതോടെയാണ് ഇതൊരു തെരുവ് യുദ്ധത്തിലേക്ക് വഴിമാറിയത്. നേരത്തെ നിരാഹാര സമരവും ഒരു സമ്പൂർണ്ണ ബന്ധും ഈ പ്രതിഷേധക്കാർ ആഹ്വാനം ചെയ്തിരുന്നു. ഇത് പിന്നീട് അക്രമാസക്തമായി മാറുകയായിരുന്നു. ഈ പ്രതിഷേധക്കാരെ പിരിച്ചുവിടാനായി പോലീസ് ലാത്തി ചാർജും കണ്ണീർവാതകവും പ്രയോഗിച്ചു. ഇതിനുശേഷം പ്രതിഷേധക്കാർ ലേയിലെ BJP ഓഫീസിന് തീയിടുന്നൊരു സാഹചര്യം കൂടി ഉണ്ടായി. സംഘർഷത്തിൽ ഒരു പോലീസ് വാനും പ്രതിഷേധക്കാർ തീയിട്ടിരുന്നു. സമീപകാലത്ത് ആദ്യമായാണ് ലഡാക്കിൽ ഇത്തരത്തിലൊരു അക്രമ സംഭവം ഉണ്ടാകുന്നത്. പ്രതിഷേധക്കാരുടെ ആവശ്യങ്ങൾ ചർച്ച ചെയ്യാൻ കേന്ദ്രം ഒരു ഉന്നതതല സമിതിയെ നിയോഗിച്ചിരുന്നു. ഈ ഉന്നതതല സമിതി പ്രതിഷേധക്കാരുടെ ആവശ്യങ്ങൾ ചർച്ച ചെയ്ത് അതിൽ തീരുമാനമെടുക്കാൻ വേണ്ടി ഒക്ടോബർ 6-ന് സമരക്കാരുമായി ഒരു ചർച്ച നടത്താനിരിക്കെയാണ് ഇത്തരത്തിലൊരു സംഘർഷം ഉണ്ടാകുന്നത്. ഇതിനിടയിലാണ് ഇത്തരമൊരു അക്രമ സംഭവം ഉണ്ടായിരിക്കുന്നത്. പ്രതിഷേധക്കാരെ നിലവിൽ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. നിരവധി പേർക്ക് സംഘർഷത്തിൽ പരിക്കേറ്റതായും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. സംഗീത. ശരി മനു, എന്താണെങ്കിലും ജമ്മു കാശ്മീരിൽ നിന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന്റെ വാർത്തകൾ വരികയാണ്. സംസ്ഥാന പദവി നൽകണമെന്നാവശ്യപ്പെട്ടുള്ള പ്രതിഷേധത്തിനിടയിലാണ് ഇപ്പോൾ BJP ഓഫീസ് കത്തിച്ചിരിക്കുന്നത്. മനു അഖിലയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.